ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുത്താലോ, അതും 10 മിനിറ്റ് കൊണ്ട്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്മീനാണ്. നമുക്കപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 25 എണ്ണം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രാമിൽ പറയാണ്ട് ഞാനിപ്പോൾ എണ്ണത്തിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അധികം അളവിൽ ചെമ്മീൻ വാങ്ങിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വെയിറ്റ് എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എണ്ണത്തിലൊരു 25 ചെമ്മീൻ്റെ അളവിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഇതൊരു മീഡിയം സൈസ് ചെമ്മീനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ തൊണ്ടും ഞരമ്പൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. പിന്നെ ചെമ്മീൻ എങ്ങനെ വളരെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ നന്നാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ചെമ്മീൻ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ 2-3 മിനിറ്റിനുള്ളിൽ 25 ചെമ്മീനും നമുക്ക് വൃത്തിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി നമുക്ക് ഇത് തൊണ്ടും ഞരമ്പൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കാം. ചെമ്മീൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. അത് മീഡിയം സൈസ് സബോള ആയതുകൊണ്ട് 2 സബോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ ഒരു 6 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. പിന്നെ ഇവിടെ മുളക് പൊടി 1/4 ടീസ്പൂണ്. പിന്നെ മീറ്റ് മസാല പൗഡർ എടുത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി ഉപ്പും അതേപോലെ തന്നെ കുറച്ച് റസ്ക് പൊടിയും ആവശ്യമുണ്ട്. അത് നമ്മൾ ഇതൊന്ന് ഗ്രൈൻഡറിൽ അടിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ചേർക്കുള്ളൂ. അപ്പോൾ ഉപ്പും റസ്ക് പൊടിയും കൂടി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സബോളയും അതേപോലെ തന്നെ ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ചെമ്മീനും കൂടി ചതച്ചെടുക്കണം. അപ്പോൾ ഒരുമിച്ചിട്ടിട്ട് ചതച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുമിച്ചിട്ട് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡർ ആയതുകൊണ്ട് ഈ സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി 2 ബാച്ചായിട്ടും അതേപോലെ ചെമ്മീൻ വേറെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഗ്രൈൻഡറൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് അരച്ചെടുക്കാം. പക്ഷേ അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ അരയാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കിന ചെറിയ കല്ലിലിട്ടിട്ട് നമ്മൾ ചതയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടണോ അതേ ലെവലിൽ നമ്മൾ ഒന്ന് അരച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകണ്ട. അപ്പോൾ ചെറുമാതിരി അതിനായിട്ട് നമ്മൾ ചതച്ചെടുക്കുക. അതായത് നമ്മളെ മിക്സിയുടെ ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ 1-2 കറക്കം കറക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ചതഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേ ലെവലിൽ ഒന്ന് ചതച്ചെടുക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും. ഞാനിപ്പോൾ ചെറിയ ഗ്രൈൻഡർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ 2-3 ബാച്ചായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾ ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാൻ പറ്റുന്ന ഗ്രൈൻഡറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒരുമിച്ചിട്ടിട്ട് അരച്ചതിന് ശേഷം പിന്നെ ചെമ്മീൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നല്ലപോലെ അരയാൻ പാടില്ല. നല്ലപോലെ അരഞ്ഞാൽ നമുക്ക് ഈ വടയുടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല, വെള്ളം പോലെയാവും. അപ്പോൾ ഒന്ന് തരുതരുപ്പായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പോൾ അതൊന്നും മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ അരഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കയ്യിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നല്ലപോലെ അരയാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെമ്മീനും അതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെമ്മീൻ നമ്മളിപ്പോൾ വേവിക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ടിട്ട് അരയ്ക്കേണ്ട. ഇപ്പോൾ സബോള അരച്ച പോലെ തന്നെ 1-2 ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കിത് ആവശ്യത്തിന് അരഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളുടെ ചെമ്മീനും നമുക്കിപ്പോൾ ഇവിടെ നല്ലപോലെ അരഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം മീറ്റ് മസാല പൗഡറാണ്. മീറ്റ് മസാല പൗഡർ ഇവിടെ 1 ടീസ്പൂൺ മീറ്റ് മസാല പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഇട്ടത് കൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവുണ്ടായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നേക്കാളും മുന്നേ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ റസ്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ റസ്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സബോളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിട്ടായിട്ടും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റസ്ക് പൊടിയും കൂടി ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഉരുളകളാക്കി കുഴച്ച് പരത്തിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ റസ്ക് പൊടി ചേർക്കുമ്പോൾ അധികം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ 1 ടേബിൾ സ്പൂൺ റസ്ക് പൊടി ചേർത്തിട്ട് നിങ്ങൾക്ക് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റണില്ല എന്ന് തോന്നിയാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ റസ്ക് പൊടി ചേർക്കാം. അതായത് മാക്സിമം 3 ടേബിൾ സ്പൂൺ വരെ റസ്ക് പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്താലും ഇതിൻ്റെ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല. പക്ഷേ അതിനേക്കാളും കൂടാൻ പാടില്ല. അതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്ക് ഈ വട ശരിക്കും ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിൽ നമുക്ക് ഇതേപോലെ നല്ല കുഴച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നല്ലപോലെ കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റസ്ക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ റസ്ക് പൊടി കൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ലപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റസ്ക് പൊടി 2 വിധത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഒന്ന് കുറച്ച് തരിതരിപ്പായിട്ടുള്ള റസ്ക് പൊടിയാണ് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തരിതരിപ്പായിട്ടുള്ള റസ്ക് പൊടി അല്ലാട്ടോ ഇതിൽ ചേർക്കേണ്ടത്. നല്ലപോലെ ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുള്ള റസ്ക് പൊടിയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഞാനിതിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഈവനിങ്ങിൽ ചൂടോട് കൂടി സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഈവനിങ് ആകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ തയ്യാറാക്കണമെന്ന് വെച്ചാൽ ഉടനെ തന്നെ തയ്യാറാക്കാം. അതെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ ഇതേപോലെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൊരിച്ചെടുക്കാം. 1-2 ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ മാവ് കീപ്പ് ചെയ്ത് വെച്ചിട്ടും നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഡീപ്പ് ഫ്രൈയോ ഷാലോ ഫ്രൈയോ ചെയ്തെടുക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം, പ്രശ്നമില്ല. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ, വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ ഏത് ഓയിലിൽ പൊരിച്ചാലും നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. കാരണം നമ്മൾ വേവിക്കാത്ത ചെമ്മീനാണ്. അപ്പോൾ നമുക്ക് ചെമ്മീൻ നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ വലിയ വലിയ ബോൾസാക്കി എടുത്തിട്ട് ചെയ്യുമ്പോൾ ചെമ്മീൻ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മാക്സിമം ചെറിയ ബോൾസാക്കിയിട്ട് നമുക്ക് ചെയ്തിട്ട് ഇതേപോലെ പരത്തിയിട്ട് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫ്ലെയിം കുറയ്ക്കണം. നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. പിന്നീട് ഹൈ ഫ്ലെയിം ഇടാൻ പാടില്ല. ചെമ്മീൻ ഓവർ കുക്കിംഗ് ടൈമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പോൾ ചെമ്മീൻ അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഉള്ളു വരെ നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മീഡിയം ഫ്ലെയിമിലും പിന്നെ നമ്മൾ വേവുന്നതിനനുസരിച്ച് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഓയിൽ ചൂടായതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചേക്കാണ്. ഇനി ഫ്ലെയിം നമ്മൾ എല്ലാനും ഇട്ടതിന് ശേഷം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വരുന്ന സമയത്ത് വീണ്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ടാണ് ഇവിടെ പൊരിച്ച് കോരിയെടുക്കുന്നത്. എന്നാലാണ് നമുക്ക് ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ അധിക സമയം ഇടണ്ട. അധിക സമയം ഇട്ടാൽ നമുക്കിത് റബ്ബർ പോലെയാവും. നമുക്കറിയാമല്ലോ ചെമ്മീന് അധികം കുക്കിംഗ് ടൈം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ പൊരിച്ച് കോരിയെടുക്കാം. ഇതിപ്പോൾ 2 ബാച്ചായിട്ട് പൊരിച്ചെടുക്കാനുള്ള മാവ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 2 ബാച്ചിനുള്ള ഒരു ചെമ്മീൻ വടക്കുള്ള മാവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഷുവറുണ്ട്. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും